ജെറമ്യാ 31 3 മുതലുള്ള വാക്യങ്ങൾ. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. നിന്റെ നിയോഗം സാധിക്കുന്നതിന് ഈ വചനം ആവർത്തിച്ചു ചൊല്ലി വചനത്തിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ വാക്ക് നിനക്ക് തരുന്ന വാക്കാണ്. അത് ഉറപ്പുള്ള വാക്കാണ്. നിന്റെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യോഹന്നാൻ 2:10. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ചയുണ്ടാകുന്നില്ല. നമുക്ക് നന്മ ചെയ്യുവാൻ സാധിക്കില്ലെങ്കിൽ തന്നെ നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മളുടെ ഊഹാപോഹങ്ങൾ കൊണ്ടോ മറ്റുള്ളവരെ ശിക്ഷിക്കാതിരിക്കുക. അവരുടെ സൽപ്പേരിന് കളങ്കം വരുത്താതിരിക്കുക. തമ്പുരാൻ്റെ മുമ്പിൽ ദൈവം നമുക്ക് വലിയ ഒരു ചോദ്യം ഉണ്ട്. നിന്റെ സഹോദരനെ വേദനിപ്പിക്കാതെയും അവനെ വാക്കുകൊണ്ട് കൊല്ലാതെയും ഇരിക്കുക. അപ്പോൾ നീ ചോദിക്കുന്നത് നിനക്ക് ലഭിക്കും. പ്രഭാഷകൻ 7:34. കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്, വിലപിക്കുന്നവനോടുകൂടി വിലപിക്കുക. നമുക്ക് ഒരാളെ ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവനെ വേദനിപ്പിക്കാതിരിക്കുക, കുത്തിമുറിവേൽപ്പിക്കാതിരിക്കുക. നിന്റെ ഒരു ചിരി കൊണ്ടോ നോട്ടം കൊണ്ടോ അവനൊരാശ്വാസമാകട്ടെ. സ്നേഹപിതാവായ ദൈവമേ, എന്നാൽ കഴിയുന്നത് എന്നെ കാണുന്നവൻ എന്നോട് സംസാരിക്കുന്നവർക്ക് ഒരാശ്വാസമായി തീരുവാൻ എന്നെ ഒരുക്കണമേ. സങ്കീർത്തനം 91:11. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഈശോയെ, എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും വേദനകളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ഈശോയെ, അങ്ങ് എനിക്ക് കാവൽ ദൂതന്മാരെ അയക്കുന്നതിനെ ഓർത്ത് കോടാനോടുകൂടി നന്ദി പറയുന്നു. അതിന് സാക്ഷിയായാണല്ലോ ഈശോയെ ഞാനിപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നതും. ഒരു ദിവസം കൂടി, ഒരു പ്രഭാതം കൂടി തന്ന നല്ല സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു. പ്രഭാഷകൻ 5:7 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ എന്ന് നീട്ടിവെക്കരുത്. മക്കൾക്ക് വേണ്ടി നമുക്ക് ഈ വചനത്തെ സമർപ്പിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് അങ്ങ് ദാനമായി നൽകിയ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് അനുസരണശീലവും ദൈവവിശ്വാസവും നൽകണമേ. അവരിൽ വസിക്കുന്ന പരിശുദ്ധാരൂപി കൊണ്ട് നിറയ്ക്കണമേ. ജ്ഞാനത്തിനും പ്രായത്തിനും ദൈവത്തിനും മനുഷ്യർക്കും അനുസരണമുള്ള കുഞ്ഞുങ്ങളായി വളരുവാനും ലോക ജീവിതത്തിൽ നിന്നും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും ദുഷിച്ച കൂട്ടുകെട്ടിൽ നിന്നും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. യെശയ്യാ 43:1. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. നമ്മളുടെ എല്ലാ നിയോഗങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും തമ്പുരാൻ നൽകുന്ന ഉറപ്പുള്ള വാക്ക്, മറ്റാർക്കും നൽകാൻ പറ്റാത്ത ഉറപ്പുള്ള വാക്ക്. നിന്നെ രക്ഷിക്കുവാൻ നിൻ്റെ പാപങ്ങളോ കുറ്റങ്ങളോ കളറോ വിദ്യാഭ്യാസമോ ജോലിയോ ജോലി സ്ഥാനമാനങ്ങളോ ഭവനത്തിൻ്റെ വലിപ്പമോ സമ്പത്തിൻ്റെ അളവോ നോക്കാതെ നിനക്ക് നൽകുന്ന ഉത്തരം മറ്റാർക്കും പറ്റില്ല. ആ വചനത്തിൽ വിശ്വസിച്ച് നിൻ്റെ നിയോഗം സമർപ്പിക്കുക. വചനം ആവർത്തിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ദൈവത്തെക്കുറിച്ച് ഒരു ദിവസമെങ്കിലും ഒരാളോടെങ്കിലും സംസാരിക്കുവാൻ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്.